സെറ്റ്. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോഴുള്ളത് വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഗ്രാൻഡ് കാനിയൻ നാഷണൽ പാർക്ക്. അത് ലോകത്തിലെ ഒരു വിസ്മയം തന്നെയാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇവിടെ ഒട്ടനവധി ജനങ്ങൾ നമ്മളെ കടന്നു പോകുന്നുണ്ട്. ഇവര് ഖത്തറിൽ നിന്നും സന്ദർശനത്തിന് വേണ്ടി ദുബായ് വന്നു. ദുബായിൽ നിന്നും ലോസ് ഏഞ്ചലസ് വന്നു. ലോസ് ഏഞ്ചലസിൽ നിന്നും ഞങ്ങള് അലാസ്ക പോയി. ഇനിയുള്ള കഥ ഫേബിയ കണ്ണൻ പറയുന്നതായിരിക്കും എന്തൊക്കെയായിരുന്നു എക്സ്പീരിയൻസിനെ പറ്റി നമുക്കൊന്നും പറയാനില്ല. ബിക്കോസ് എല്ലാം വി കവേർഡ് എവറിത്തിങ്. സോ വി കവേർഡ് സ്നോ, വി കവേർഡ് ദ ബീച്ചസ്. അതുകൊണ്ട് നമ്മളെല്ലാം അടിച്ചു പൊളിച്ചിരിക്കുന്നു. ആൻഡ് ഫൈനലി വി ആർ ഹിയർ അറ്റ് ഗ്രാൻഡ് കാനിയൻ. സോ അപ്പൊ താങ്കൾക്ക് ഗ്രാൻഡ് കാനിയനെ പറ്റി എന്താണ്, അതിന്റെ ഉത്ഭവത്തെ കുറിച്ചും എന്താണ് ഇതിൽ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ച് ജനങ്ങളോട് പ്രതിപാദിക്കാനുള്ളത്? ഗ്രാൻഡ് കാനിയൻ റോക്ക് ഫോർമേഷൻ ഒത്തിരി മില്യൺസ് ഓഫ് ഇയേഴ്സ് മുന്നേ, തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് മുന്നേ ഉണ്ടായൊരു റോക്ക് ഫോർമേഷൻ ആണ്. ബിക്കോസ് ഓഫ് കോൺസ്റ്റന്റ് ക്ലൈമറ്റ് ചേഞ്ചസ് ആൻഡ് എസ്പെഷ്യലി ഇവിടെ കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് ഗ്രാൻഡ് കാനിയൻ ഉത്ഭവിച്ചത്. എക്സാക്ട്ലി. പിന്നെ നമ്മുടെ കൊളറാഡോ റിവർ ഓൾസോ പ്ലേസ് എ ബിഗ് റോൾ. ഏകദേശം വളരെ താഴെയായിട്ടാണ്. 8 മണിക്കൂറോളം താഴേക്ക് പോയി കഴിഞ്ഞാല് കൊളറാഡോ റിവർ കാണാം. 8 മണിക്കൂർ നടന്ന് ഇറങ്ങണം. നമ്മൾ ഒരു പക്ഷെ അതിലേക്ക് അങ്ങനെ പോകാനായിട്ടുള്ള സാധ്യത കുറവാണ്. ആ കാണുന്നതാണ് കൊളറാഡോ റിവർ. ഈ താഴെ കാണുന്നതാണ് കൊളറാഡോ റിവർ. ഏകദേശം ഒരു 4-5 സംസ്ഥാനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന, ഇറിഗേഷനും മറ്റുമായിട്ട് വെള്ളം കൊടുക്കുന്ന ഒരു ഇതാണ് കൊളറാഡോ റിവർ. ഓക്കെ, അപ്പോൾ കൊളറാഡോ റിവർ ആൻഡ് അത് ബേസിക്കലി ആ റിവർ ഇതിലൂടെ പോകുന്നത് കൊണ്ട് ദ ലെയേഴ്സ് ആർ ബീങ് ഫോം. ഈ ലെയർ സെഡിമെന്റ്സ് ഇങ്ങനെ വലിച്ച് ആ റിവർ വലിച്ചോണ്ട് അങ്ങ് പോവുക. അങ്ങനെ ഉണ്ടായ ഫോർമേഷനാണ് ഗ്രാൻഡ് കാനിയൻ. ആൻഡ് ഇത് ഇന്നലെ നടന്നൊന്നുമല്ല. ഇറ്റ്സ് ബീൻ ഗോയിങ് ഓൺ. ഒത്തിരി ഇയേഴ്സ് മുന്നേ തുടങ്ങിയതാണ് ആൻഡ് ഇറ്റ്സ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഇത് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ അരിസോണ സംസ്ഥാനത്താണ് ഗ്രാൻഡ് കാനിയൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്രാൻഡ് കാനിയനിലെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട്, അതിൻ്റെ ചരിത്രവും എങ്ങനെയാണ് ഇത് രൂപാന്തരീകരിച്ചത്, ഇതിൻ്റെ എത്ര മില്യൺ വർഷങ്ങൾ മുമ്പ് അവിടെയുള്ളൊരു കൊളറാഡോ റിവർ, ഈ വിഷയങ്ങളാണ് നിങ്ങളുമായിട്ട് കണ്ണൻ പ്രതിപാദിച്ച വിഷയങ്ങൾ. ഞങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സെറ്റ് സെറ്റ് അല്ലേ? ഞാൻ ഓഫ് ചെയ്യും.